ഹലോ, അപ്പോൾ നമ്മളിന്ന് ഗുണ്ടയുടെ അവിടെ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഇട്ടിരിക്കുന്ന അതേ ടീഷർട്ട് വേറൊരു കുട്ടി വേറൊരു കളറിലിട്ട് വന്നു കേട്ടോ. പള്ളിനടയിലാണ് ഗുണ്ടയുടെ വീട്. അപ്പോൾ നമ്മൾ പള്ളിനടയിൽ ഇറങ്ങിയിട്ട് 3 മിനിറ്റ് നടക്കാനുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് നിസ്സാരം എന്ന് പറഞ്ഞ് നടന്നു കേട്ടോ. പക്ഷെ ഒരു 1.5 നടപ്പായിരുന്നു. നല്ല വെയിലും ഒരു കുടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നപ്പോൾ തന്നെ വാട്ടർമെലൺ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് നസ്രീൻ നുഹും കൂടെ കാര്യമായിട്ടിരുന്ന് കളിയായിരുന്നു കേട്ടോ. അങ്ങനെ പുണ്യനെ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് വന്നിട്ട് ബിരിയാണിയും ചിക്കനും അങ്ങനെയൊക്കെ തന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഐശ്വര്യം എന്ന് പറയട്ടെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞതും കറണ്ടും പോയി. അങ്ങനെ കുറേ നേരം നമ്മൾ പുറത്തിരുന്ന് സംസാരിച്ചു. ഒന്ന് വെയിലൊക്കെ അറിയപ്പോൾ നമ്മൾ പാടം കാണാൻ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിയിൽ മാവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മാങ്ങയൊക്കെ പറിച്ച് നമ്മൾ വീണ്ടും നടന്നു. പോകുന്ന വഴിയിൽ ഒരു പോത്തുണ്ടായിരുന്നു കേട്ടോ. പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കുട്ടി പാലമൊക്കെ കയറി. നമ്മൾ എന്താ പറയുക, എന്തോ ഒരു സംഭവം, ആ ഒരു വഴി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ കൂടെ ഒരു അറ്റത്ത് ഇങ്ങനെ നടന്ന് ഒരു കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കുളം പോലത്തെ ഒരു സംഭവം, അവിടെ നമ്മൾ കാലൊക്കെ നനച്ച് ഭയങ്കര വൈബിങ് ആയിരുന്നു. ഇത്രയും എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. ഒരു 5:30 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മളെ ബസ് സ്റ്റോപ്പിലൊക്കെ ആക്കി തന്നു. അങ്ങനെ ടാറ്റ ബേബിയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഗുണ്ടയുടെ ചേട്ടൻ നമുക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ വീടെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.